പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ്. ന്യൂഡൽഹിയിൽ നമ്മൾ ഷിംലയ്ക്ക് പോകാൻ പോവാണ് കൽക്ക ശതാബ്ദി എക്സ്പ്രസ്സിൽ. അപ്പോൾ ന്യൂഡൽഹി ടു കൽക്ക ശതാബ്ദിയുടെ വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ 6:30 ആയപ്പോൾ തന്നെ ഇവിടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി 7:40 പുറപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ നെയ് ദില്ലിയുടെ റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നതാണ്ട. അടിപൊളി സ്റ്റേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. നമ്മുടെ ശതാബ്ദി എവിടെ കിടക്കുന്നതെന്ന് നോക്കാം. നെയ് ദില്ലി കൽക്ക ശതാബ്ദി 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നത്. അപ്പോൾ 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. അവിടെ നിസാമുദ്ദീനെക്കാട്ടും അടിപൊളി സ്റ്റേഷനാണ് കേട്ടോ. നല്ല അടിപൊളി എൻട്രൻസും പിന്നെ നല്ല ക്ലീൻ ആണ് പ്ലാറ്റ്ഫോം എല്ലാം. പ്ലാറ്റ്ഫോം FOB എല്ലാം നല്ല വൃത്തിയുണ്ട്. ശതാബ്ദി എക്സ്പ്രസിന് ഷണ്ട് ചെയ്തുകൊണ്ടെന്നൊരു കിടിലൻ തുഗ്ലക്കാബാദിന്റെ ഒരു ആൽക്കോര ഉണ്ടോ. ലുക്ക് നോക്കിയേ. 16397 എന്ന് പറഞ്ഞു എന്തോ ലുക്കാ നോക്കിയാ. നോക്കി അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ, തുഗ്ലക്കാബാദ് ഷെഡുകാര് ഓരോ ലോക്കോമോട്ടീവ് ഇവിടെ ഒരു അടിപൊളിയായിട്ട് പെയിന്റ് ചെയ്ത് ലിവറൊക്കെ അടിച്ച് കുട്ടപ്പനാകും. നമ്മുടെ ആൾക്കാരൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ്. ഇത് നേരത്തെ ഉണ്ടായിരുന്ന ലിവറി ആയിട്ട്, ഇത് പഴയ ലോക്കോ ആണ്. അത് കണ്ടാൽ തന്നെ അറിയാം. പണ്ടത്തെ ആൽക്കോ ആണ്. ഉള്ള സാധനം. നമ്മുടെ ശതാബ്ദി ഇതിലായിട്ട് അവർ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിട്ടില്ലേ. ഇപ്പൊ സമയം 7:10. 7:40 നമ്മുടെ വണ്ടി വിടുന്നത്. നേരത്തെ നമ്മളെ ശതാബ്ദി ഷണ്ടി എന്ന് പറഞ്ഞില്ല, അത് മറ്റേ ആ കിടക്കുന്ന അമൃത്സർ ശതാബ്ദിയാണത്. എനിക്ക് രണ്ടും മാറിപ്പോയി. അത് അമൃത്സർ ശതാബ്ദി, ഇവിടെ കൽക്ക ശതാബ്ദി. പിന്നെ ഫൈനലി നമ്മുടെ ശതാബ്ദി ഷണ്ട് ചെയ്തുകൊണ്ട് വരികയാണ്. തുഗ്ലക്കാബാദ് ഷെഡിന്റെ ഒരു WDS 6AD എന്ന ലോക്കോ ആണ്. ഇത് ഷണ്ടിങ് ലോക്കോമോട്ടീവ് ആണിത്. നമ്മുടെ വണ്ടി ഫുള്ളാണ്. ഫുള്ളെന്ന് വെച്ചാൽ പക്ക ഒറ്റ വേക്കൻസി സീറ്റ് പോലും ഇല്ല. കാരണം ഈ വണ്ടി എപ്പോഴും ഫുള്ളാണ്. ഈ ഷിംലയ്ക്കുള്ള ടൂറിസ്റ്റുകളെല്ലാം പോകുന്ന ഈ വണ്ടിക്കാണ്. സാധാരണ നോർമൽ ചെയർക്കാരാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ C5 ഇതുണ്ട്, ന്യൂഡൽഹി കാൽക്ക. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സീറ്റ് വരുന്നത്. എനിക്കിത് തന്നെ വേണം. ഞാൻ എൻ്റെ സീറ്റ് കണ്ടോ, എപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. ശോകം തന്നെ. നമ്മുടെ വണ്ടി ആൾക്കാരൊക്കെ കയറുകയാണ്. എല്ലാവരും ന്യൂഡൽഹി ടു കൽക്കയാണ്. അപ്പോൾ നമുക്ക് ഇനി ലോക്കോ നോക്കാൻ പോവാം. ലോക്കോ ഏത് ലോക്കോ ആണ് നമുക്ക് നോക്കാം. എന്തോരം ട്രെയിനല്ലേ ഒരു സമയത്ത് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. ഇവിടെയൊക്കെ ഈ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരല്ല, സ്റ്റേഷൻ മാസ്റ്ററൊക്കെ സമ്മതിക്കണം കേട്ടോ. ഇതുണ്ട് ഇറ്റാർസി ഷെഡിന്റെ ഒരു WP7 ആണ് നമ്മുടെ ലോക്കോനെ ഇവിടുന്ന് പുള്ളി ചെയ്യുന്നത് കൽക്ക ശതാബ്ദിക്ക്. ഇറ്റാർസി ഷെഡ് സാധാരണ ഗാസിയാബാദിനൊക്കെയാണ് ഇവർ ലോക്കോ കൊടുക്കാറിയുന്നത്. ഇറ്റാർസിയുടെ ലോക്കോ ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ എല്ലാം ചടപടേന്നാട്ടെ. പെട്ടെന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരെണ്ണം ഇങ്ങോട്ട് പോകുന്നു, ഒരെണ്ണം അങ്ങോട്ട് പോകുന്നു. എന്തുവാടേ ഇത്, മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. അമൃത്സർ ശതാബ്ദിയുടെ പുറകെ വേണ്ട ഒരു WP5 അങ്ങോട്ട് പോകുന്നു. ഇന്നലെ നമ്മൾ ഗതിമാനി കയറിയില്ല, അതേപോലെ തന്നെ സെയിം സീറ്റിംഗ് ആണ് കേട്ടോ. നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉള്ള ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കോച്ചാണ്. നമുക്ക് രാവിലെ പത്രം വായിക്കാണ്ട് പത്രം കണ്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് പത്രമാണ്, മിന്റ്, ലൈവ് മിന്റ്. കൽക്കയ്ക്ക് ഇവിടെ നിന്ന് 2 ശതാബ്ദി ഉണ്ട്. ഒരെണ്ണം നമ്മളീ പോകുന്നതും ഒരെണ്ണം വൈകിട്ട് 5:15. അത് 9:15 അപ്പോൾ 2 ശതാബ്ദി ഉണ്ട് ഇവിടുന്ന് ന്യൂഡൽഹിയിൽ നിന്ന്. നമ്മളുണ്ട് AC ഒന്നും ഓണാക്കിയിട്ടില്ല. ഒരു HOG പിടിപ്പിച്ചോണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും 7:40 ആവാറായി. 2 മിനിറ്റ് കൂടെ ഉള്ളൂ. കറക്റ്റ് ടൈമിന് വിട്ട് കേട്ടോ. 7:40 ആയപ്പോൾ തന്നെ എടുത്ത്. ഇതിൻ്റെ ആകെ ഫുള്ള് ചെളിയാണ്. ഞാൻ ഇതിൽ കൂടെ കാണിക്കാനേ പറ്റത്തുള്ളൂ. എനിക്ക് വേറൊന്നും വഴിയില്ല. 268 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ കവർ ചെയ്യുന്നത്. സോനിപ്പെട്ട്, പാനിപ്പെട്ട്, കുരുക്ഷേത്ര, അംബാല, ചണ്ഡീഗഡ്, ഇത്ര സ്റ്റോപ്പിലാണ് നമ്മുടെ വണ്ടിക്കുള്ളത്. നമ്മുടെ വണ്ടി ഇങ്ങനെ അവിടെ പ്ലാറ്റ്ഫോമിൽ എടുത്തിട്ട് ഇങ്ങനെ പുറത്ത് കൊണ്ടിട്ടേക്കാണ്. എന്താണെന്നൊരു പിടുത്തമില്ല. ഇവിടുത്തെ വണ്ടിയിലുള്ള റെയിൽ നിയർ 1/2 ലിറ്ററിൻ്റെ എന്തോന്നു കേട്ടോ. നമ്മളവിടെ ഞാൻ 1/2 ലിറ്ററിൻ്റെ ഈ കുപ്പി കണ്ടിട്ടില്ല. ഇതെന്താണ് ഡൽഹി സ്റ്റേഷൻ വിട്ട് പോയിട്ടില്ല. ഇതിന് മണി 8 മണിയാവാറായി. 7:40 വിട്ട നമ്മള്. ഞാൻ 2-3 മാസം മുമ്പാണ് ഈ വണ്ടിക്ക് ബുക്ക് ചെയ്തത്. അപ്പം അന്ന് 565 രൂപയായിരുന്നേ ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ മൊത്തം ഫുഡ് ഇൻക്ലൂഡ് 713 രൂപ. ഇപ്പം ഞാൻ നാളത്തേക്ക് നോക്കിയപ്പോൾ 885 രൂപ. ഡൈനാമിക് ഫെയർ അല്ല, ശതാബ്ദി അല്ലേ. അപ്പോൾ ലാസ്റ്റ് ടൈം നോക്കിയാൽ ഫെയർ കൂടുതലായിരിക്കും. അപ്പം പ്രീമിയം ട്രെയിനൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ, കുറച്ചുകൂടെ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഫെയർ കുറച്ച് കിട്ടും. രാവിലെ ചായക്കുള്ള ടീ കിറ്റും മാരിഗോൾഡ് ബിസ്ക്കറ്റും വന്നിരിക്കുകയാണ്. എല്ലാ വണ്ടിയിലും ഒരേപോലെ സെയിം ഐറ്റമാണ് നമുക്ക് കാണുന്നത്. ഇത്രയും പൈസ വാങ്ങിക്കുമ്പോഴേ കുറച്ച് നല്ല സാധനം കൊടുക്കുക ഇവർക്ക്. നമുക്ക് ഈ ടീ ബാഗിൻ്റെ ക്വാളിറ്റി തന്നെ കണ്ടില്ലേ,
ഒരു ബ്രാൻഡഡ് ഒന്നും അല്ല, എന്തോ ഒരു ലോക്കൽ സാധനമാണ്. ഈ ചായ ഗ്ലാസ് ആണെങ്കിൽ നോക്ക്, ചൂടായ കാരണം ഇത് പിടിക്കാനും വയ്യ. ഇതാണ്, ഒട്ടും കട്ടിയുമില്ല. നമ്മുടെ ശതാബ്ദി ഇപ്പോൾ 130 km/h പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് 130 ആണ് സ്പീഡ്. നമ്മളിപ്പോൾ ചണ്ഡീഗഡ് റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരള സമ്പർക്കാന്തേക്ക് പോകുന്ന റൂട്ടില്ല, ആ സെയിം റൂട്ട് തന്നെയാണ്. അപ്പോൾ അതിലേക്കൂടെ നമ്മൾ നേരെ ചണ്ഡീഗഡ് പോയിട്ട്, ചണ്ഡീഗഡ് നിന്നാണ് കൽക്കയ്ക്കുള്ള ലൈൻ തിരിയുന്നത്. ചെറിയ ലൈനാണ്, കുറച്ച് ദൂരമുള്ളൂ. ചണ്ഡീഗഡിന് അടുത്താണ് കൽക്ക. ശരിക്കും ഷിംലയ്ക്ക് നിങ്ങൾ ട്രെയിന് പോകുകയാണെങ്കിൽ നേരെ കേരള സമ്പർക്കാന്തേക്ക് കയറി ചണ്ഡീഗഡ് വരെ, അവിടെ നിന്ന് കൽക്കയ്ക്ക് പോവാം. അത്രേ ഉള്ളൂ. അവിടെ നിന്ന് ട്രെയിൻ കിട്ടും, അങ്ങനെ വരാം. ഞാനിങ്ങനെ കറങ്ങിയടിച്ച് വന്നുകൊണ്ടാണ്. ഷിംലയ്ക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ വന്നാൽ മതി, ചണ്ഡീഗഡ് കണ്ടു വന്നാൽ മതി. ഇതിനകത്ത് അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ സോണിപ്പട്ട് എത്താറായെന്ന് പറയണം. അപ്പോൾ നമ്മൾ ഹരിയാനയിലെ സോണിപ്പട്ട് അടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ സോണിപ്പട്ടിലെത്തിയത് 15 മിനിറ്റ് ഡിലേഡ് ആയിട്ടാണ്. നമ്മൾ ഈ പോകുന്ന ഈ ശതാബ്ദി വൈകിട്ടാണ് തിരിച്ച് ഡൽഹിക്ക് വരുന്നത്. ഈ ശതാബ്ദി ഡെയിലിയാണ് കേട്ടോ, ഇടയ്ക്ക് ഗ്യാപ്പൊന്നുമില്ല, എല്ലാ ദിവസവും ഉണ്ട്. ഞാൻ കൽക്ക ശതാബ്ദിയിൽ സെക്കൻഡ് ടൈമാണ് കയറുന്നത്. നേരത്തെ ഞങ്ങൾ ഇന്ത്യ ഡൽസ് പോയപ്പോൾ കൽക്കയിൽ നിന്ന് അംബാല വന്ന് ഇറങ്ങിയായിരുന്നു ഈ വണ്ടിക്ക്. കൽക്ക ഡൽഹി വൈകിട്ട് ഈ സെയിം വണ്ടി വിടത്തില്ലേ, ആ വണ്ടിക്ക് തന്നെ വന്ന് അംബാല ഇറങ്ങിയായിരുന്നു. അങ്ങനെ സെക്കൻഡ് ടൈമാണ് ഇപ്പോൾ ശതാബ്ദിയിൽ കയറുന്നത് ഇവിടുത്തെ. ഇത് രാവിലെ അവിടെ നിന്ന് കൽക്കയിൽ ഉറപ്പെടുന്ന ഡൽഹി ശതാബ്ദിയാണ്. അപ്പം ഇങ്ങനെ 2 ശതാബ്ദിയും കൂടെ ഇവിടെ ഒരുമിച്ച് കണ്ടുമുട്ടാണ്. നമ്മളിപ്പം പാനിപ്പെട്ട് എത്താറ്. പാനിപ്പെട്ട് ഇത് കണ്ടോ, റോഡാണ്. റോഡ് പോകുന്നതുണ്ടോ? ഇത് മിക്കവാറും മറ്റേ ഫ്ലൈറ്റൊക്കെ ഇറക്കുന്ന ആ ഒരു റോഡാണെന്ന് തോന്നുന്നു. പാണ്ടിപ്പട്ട് ജംഗ്ഷനിൽ നമ്മളെത്തി, 10 മിനിറ്റ് ലേറ്റ്. രാവിലെ ഫുഡ് കൊണ്ട് തന്നിരിക്കുകയാണ്. ഫുഡൊക്കെ ഷോ ആണ് തന്നിട്ട്, കട്ട്ലറ്റും ബ്രെഡും പിന്നെ മാംഗോ ജ്യൂസും ഒക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. സീൽ ചെയ്ത പാക്കിലൊക്കെ വരുന്ന ബ്രെഡ് കണ്ടോ, പെർഫെക്റ്റ് ക്ലാസിക് ബ്രൗൺ ബ്രെഡ്. 2 കട്ട്ലറ്റിൻ്റെ പീസും അതിൻ്റെ താഴെ കുറച്ച് ഗ്രീൻ പീസും 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് സ്ലൈസ് ആക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഇവിടുത്തെ ഒരു ജനശതാബ്ദി എക്സ്പ്രസ് ആണ്, LXP ജനശതാബ്ദി. ഇവിടെ ട്രാക്ക് വർക്ക് കിടക്കുന്നുണ്ട്. അപ്പുറത്ത് വേറെ ട്രാക്ക് എന്താ വെച്ചോണ്ടിരിക്കുക, അതാ ഈ മെല്ലെ മെല്ലെ പോണ. ദൗലത്പൂർ ചൗക്ക് എന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് ന്യൂഡൽഹിക്ക് പോകുന്ന ജനശതാബ്ദിയാണ് ഇപ്പോൾ പോയത്. ഇത് ഹിമാചൽ പ്രദേശിലാണ് ദൗലത്പൂർ ചൗക്ക്. അപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടാണ് ആ ജനശതാബ്ദി. ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് വിട്ടപ്പോഴത്തോട്ട് ഫുൾ ഇതേപോലെ നെൽപ്പാടങ്ങളും അങ്ങനെയാണ് എല്ലാം കാണുന്നത്. നമ്മൾ 2 ദിവസമായിട്ട് ഫുള്ള് ഹരിയാനയിൽ തന്നെയാണ്. നമ്മുടെ കൽക്കാൻ എന്ന ഒരു ടൗണും സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ്. നമ്മളിപ്പോൾ മഹാഭാരത യുദ്ധം നടന്നെന്ന് പറയപ്പെടുന്ന കുരുക്ഷേത്രം എന്ന സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ടേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. കുരുക്ഷേത്ര ജംഗ്ഷൻ. കുരുക്ഷേത്രയിൽ കാല് കുത്തില്ലാതെ വേണ്ട, എന്തായാലും കുരുക്ഷേത്രം നമുക്ക് കാണാൻ പറ്റി. ഇതാണ് കുരുക്ഷേത്ര. ആദ്യമായിട്ട് കുറച്ച് വൃത്തിയുള്ളൊരു സ്റ്റോള് കണ്ടോ, പുള്ളി ഉണ്ടാക്കിയിട്ട് ചില്ലിൻകൂട്ടിൽ അടച്ചു വെച്ചേക്കുവാണ്. കുറച്ചെങ്കിലും വൃത്തിയുള്ള മനുഷ്യനാണെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളിയുടെ കടയൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്. ഇവിടുത്തെ എല്ലാ സ്റ്റേഷനിലും ഇതേപോലെ ഓരോ പക്കോടാസ് ഒക്കെ ഉണ്ടാക്കുന്ന ഓരോ സ്റ്റാളുകളുണ്ടാവും. പുള്ളി അവിടെ ബ്രെഡ് പക്കോട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ബ്രെഡ് പക്കോട. നമ്മുടെ ഇന്ത്യയിൽ ഓടുന്ന ഗരീബ് രഥ് എക്സ്പ്രസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ എല്ലാം ആ ട്രെയിൻ തുടങ്ങിയ ടൈമുള്ള കോച്ചുകളൊക്കെ ICF കോച്ച്, അപ്പോൾ അതെല്ലാം മാറ്റി LSP ആകാൻ പോവാണ്. അത് നമ്മുടെ AC 3 tier എക്കണോമി കോച്ചില്ലേ, അപ്പോൾ ആ ഒരു കോച്ച് കൊടുത്ത് ഇങ്ങനെ ഫേസ്ഡ് മാനറിൽ പയ്യെ എല്ലാ ഗരീബ് രഥും LSP ആക്കാൻ പോകണം. ഫുൾ 3 tier എക്കണോമി. അത് എന്തായാലും പൊളിക്കും, കാരണം 3 tier എക്കണോമി ഗരീബ് രഥിന് സ്യൂട്ടായിട്ടുള്ളൊരു കോച്ചാണ്. അപ്പോൾ അവർ മിക്കവാറും എല്ലാം പയ്യെ ഉടനെ ആവത്തില്ല, എല്ലാ ഗരീബ് രഥും അങ്ങനെ 3 tier എക്കണോമി ആക്കി മാറ്റും. അങ്ങനെ ഗരീബ് രഥൊക്കെ LSP ആവും. അതുകൊണ്ടാണ് ഇപ്പം ഈ ഉള്ള ഗരീബ് രഥം അവരൊന്നും ചെയ്യാത്തത്, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈ നദിയുടെ പേര് കണ്ടോ, മാർക്കണ്ട റിവർ. ചെറിയ നദിയാണ്, പക്ഷേ വെള്ളമൊന്നുമില്ല, ഫുള്ള് ഡ്രൈ. നമ്മൾ അംബാല കണ്ടോൺമെൻറ്റ് ജംഗ്ഷൻ എന്ന സ്റ്റേഷനിൽ തിരികെയാണ്. ഇത് ഇവിടുത്തെ ഹരിയാനയിലെ തന്നെ ഒരു വൺ ഓഫ് ദി മോസ്റ്റ് ഓൾഡസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് ഈ അംബാല കണ്ടോൺമെൻറ്റ്. ഈ അംബാല ഒരു മെയിൻ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് ഈ ബത്തിൻഡ, മൊറാദാബാദ്, ഉന, ഹിമാചൽ അങ്ങനെ പല ലൈൻ ഇവിടെ തിരിയുന്നുണ്ട്. ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേഷനാണ് അംബാല ചാവ്നി ജംഗ്ഷൻ. 1891 ഓപ്പൺ ചെയ്ത റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ഈ കാണുന്നത് കണ്ടോ. ഏകദേശം 300ഓളം വണ്ടികൾ ഈ സ്റ്റേഷൻ പാസ് ചെയ്തും ഒറിജിനേറ്റ് ചെയ്തും പോകുന്നുണ്ട്. നമ്മുടെ ഒരു പ്രീമിയം വണ്ടിയും കൂടെ ആയതുകൊണ്ട് എങ്ങും നമ്മൾ പിടിച്ചിടുന്നൊന്നുമില്ല. വണ്ടി നിർത്തിയ ഉടനെ തന്നെ ആൾക്കാർ ഇറങ്ങി കയറി അപ്പം തന്നെ വണ്ടി വിടും, സിഗ്നൽ കൊടുക്കും.
അംബാല ഒരു റെയിൽവേ ഡിവിഷനും കൂടെ ആണ്. അപ്പം നോർത്തേൺ റെയിൽവേയുടെ ഒരു ഡിവിഷനും കൂടെ ഉണ്ട് അംബാലയിൽ. ഡൽഹി കൽക്ക റൂട്ടിൽ അധികം വണ്ടികളൊന്നും ഇല്ല കേട്ടോ, ഉണ്ട് പക്ഷെ കുറവാണ്. ഈ 2 ശതാബ്ദി ഉണ്ട്, പിന്നെ ഒരു നേതാജി എക്സ്പ്രസ് എന്ന് പറഞ്ഞ വണ്ടിയുണ്ട് കൽക്ക മെയിൽ. അപ്പം ആ വണ്ടിയുണ്ട്. അങ്ങനെ പിന്നെ ഒരു ഓൾഡ് ഡൽഹി കൽക്ക വരെ ഫുള്ള് ജനറലുള്ളൊരു വണ്ടിയുണ്ട്. ഇത്ര വണ്ടികളേ ഉള്ളൂ. അപ്പം കൽക്കൊക്കെ ഡയറക്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ പോകാം, അല്ലെങ്കിൽ ചണ്ഡീഗഡ് ഇറങ്ങിയിട്ട് അങ്ങനെ പോകാം. നമ്മൾ 11 മണി 4 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മൾ ചണ്ഡീഗഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങും. രണ്ട് ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷൻ. പകുതിമുക്കാൽ ആൾക്കാർ ഇവിടെ ഇറങ്ങിയ കേട്ടോ. നമ്മുടെ ശതാബ്ദിക്ക് ഇവിടെ 8 മിനിറ്റ് സ്റ്റോപ്പ്. നമ്മൾ 11:05 ആയപ്പോഴേ എത്തി ഇവിടെ. എനിക്ക് തോന്നുന്നു ഈ ബൈ റോഡ് പോകുന്ന ആൾക്കാരൊക്കെ കൂടുതലും ഇവിടെ ഇറങ്ങിയിട്ട് അങ്ങനെ ചണ്ഡീഗഡിൽ നിന്ന് പോകാനാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ശതാബ്ദിക്ക് ഇവിടെ നിന്ന് ചണ്ഡീഗഡിൽ നിന്ന് ബാക്കിലൊരു ലോക്കോ പിടിപ്പിക്കും. അത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് കയറ്റമുണ്ട്. അപ്പോൾ അതിനാണ് 8 മിനിറ്റ് ഇവിടെ സ്റ്റോപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പിടിപ്പിച്ചോണ്ടിരിക്കുക. ബാക്ക് കുറേ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരായിരുന്നു. അപ്പോൾ ബാക്കിലൊരു WAP7 ആയിരിക്കും, അത് പിടിപ്പിക്കും. ചണ്ഡീഗഡിൽ നിന്ന് അപ്പോൾ പുഷ്പുൽ ശതാബ്ദി ആയിട്ടാണ് നമ്മൾ കൽക്കയ്ക്ക് പോകുന്നത്. കൽക്കയ്ക്കുള്ള ലൈൻ ഇവിടെ നിന്ന് ചണ്ഡീഗഡിൽ നിന്നാണ് തിരിയുന്നത്. അപ്പോൾ നമ്മൾ നേരെ കൽക്കയ്ക്ക് പോവാണ്. കുറച്ച് വളഞ്ഞും പൊളഞ്ഞുള്ള വഴിയാണ് എൻ്റെ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടത്. ഇത് സിംഗിൾ ലൈനാണ് കേട്ടോ. ഇവിടെ നിന്ന് കൽക്ക വരെ സിംഗിൾ ലൈനാണ്. ക്രോസിംഗ് ഒന്നുമില്ല, എന്താ പറയുക, കുറച്ച് ദൂരമേ ഉള്ളൂ. ആകെ 20 കിലോമീറ്റർ എന്തോ ഉള്ളൂ. ഭയങ്കരമായിട്ടൊരു WAP4 ലോക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ട് ഫുള്ള് വളഞ്ഞുള്ള വഴി, വളഞ്ഞും പൊളഞ്ഞും ചെറുതായിട്ട് കയറ്റമൊക്കെ ഉണ്ട് കേട്ടോ. ശതാബ്ദിയിലൊക്കെ കണ്ട് ഇവിടെ ഈ 39, 38 അല്ലെങ്കിൽ 44, 43 സീറ്റ് കിട്ടുകയാണ് സുഖം കേട്ടോ. കാരണം ഇങ്ങനെ കാലിങ്ങനെ കവച്ച് വെച്ച് ചാരിയിരിക്കുക. പതിനൊന്നര ആയപ്പോഴേക്കും നമ്മൾ കൽക്കയിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. കൽക്കയിൽ എൻഡാണ് കേട്ടോ. ഇവിടെ ബ്രോഡ് ഗേജിൽ എൻഡാണ്. പിന്നെ അവിടെ നമ്മുടെ ടോയ് ട്രെയിൻ സിംലയിലേക്ക് ഉണ്ടല്ലോ, ഇവിടെ ഒരു വമ്പൻ കയറ്റം ഉണ്ട് കേട്ടോ. നമുക്ക് ശരിക്കും മനസ്സിലാവും ട്രെയിൻ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നതാണോ അതോ പയ്യെ കയറുന്നതാണോ എന്ന് അറിയത്തില്ല. നല്ല കയറ്റമാണ് ഇവിടെ ഈ സ്റ്റേഷനിലേക്ക് കയറുന്നത്. ആ ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ നമ്മുടെ മുറിയുള്ള ആ ഹോട്ടൽ ലോട്ടസ് ഗ്രാൻഡ് കണ്ടോ. ഞാൻ അവിടെ മുറി എടുത്തിരിക്കുന്നത് കൊള്ളാം. ടോയ് ട്രെയിനിന്റെ കോച്ചൊക്കെ കിടക്കുന്നുണ്ട് അങ്ങേയറ്റത്ത്. ഇങ്ങനെ കൽക്കയിൽ എത്തിയിരിക്കുകയാണ്. കൽക്ക ഇതുണ്ടോ, ത്രിവർണ്ണ പതാകയുടെ ലിവറിയിലുള്ളൊരു WAP4 കണ്ടോ. ഇത് കണ്ടോ, ഒരു ട്രെയിനിന്റെ പകുതിയായിട്ട് ഇവിടെ കിടക്കുന്ന കണ്ടോ. ഇതെന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം അതിനൊരു കാരണമുണ്ട്, ഞാനത് പറയും. ഈ കിടക്കുന്ന വണ്ടി മറ്റേ നേതാജി എക്സ്പ്രസ് ആണ്, കൽക്ക ഹൗറ വണ്ടിയാണത്. നമ്മളങ്ങനെ കൽക്കയിൽ എത്തിയിരിക്കാനാണ്ട് കൽക്ക ഷിംല റെയിൽവേ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതാണ് കൽക്ക റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഈ നമ്മുടെ ഈ വന്നിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, 3ാമത്തെ പ്ലാറ്റ്ഫോം, ഇവിടെ മാത്രമേ ശതാബ്ദി കയറത്തുള്ളൂ. കാരണം ഈ 3ാമത്തെ പ്ലാറ്റ്ഫോമിന് നീളമുള്ളൂ. ഈ ഒരു പ്ലാറ്റ്ഫോമിനും അപ്പുറത്തെ പ്ലാറ്റ്ഫോമിന് നീളമില്ല.
അപ്പോൾ അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ശതാബ്ദി പോലത്തെ ഈ വലിയ വണ്ടികളൊക്കെ ഇവിടെ മാത്രമേ കയറത്തുള്ളൂ. അപ്പോൾ റോഡ് ഗേജിൽ നിന്ന് ഈ ഒരു പോർഷൻ ആണ് ഇവിടം വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ എന്നാണ്. പിന്നെ അപ്പുറത്താണ് നമ്മുടെ കൽക്ക ഷിംല നാരോ ഗേജ്, അവിടെ ആണ് വരുന്നത് കേട്ടോ. അവിടെ ഇപ്പോൾ കൽക്കയിൽ ഷിംലയ്ക്ക് പോകാൻ വേണ്ടി ഒരു ട്രെയിൻ അവിടെ റെഡി കിടപ്പുണ്ട്. അപ്പോൾ ഈ ശതാബ്ദി അതിന് കണക്ഷൻ വണ്ടിയാണ്. അപ്പോൾ അത് അവിടെ റെഡി കിടപ്പുണ്ട്. ഈ കൽക്ക ഷിംല ഈ ഒരു റൂട്ട് ഫുള്ള് സെമാഫോർ സിഗ്നൽസ് ആണ് കേട്ടോ. അപ്പോൾ സെമാഫോർ സിഗ്നലാണ് ഈ കാണുന്നത്. ഇതിനെയൊക്കെ പറ്റി എല്ലാം വിശദമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഇവിടെ ഒരു സുവനീർ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. കൽക്ക ഷിംല റെയിൽവേ സുവനീർ ഷോപ്പ്. ഹിമാലയൻ ക്വീൻ എന്നൊരു വണ്ടിയാണ് ഇതാണ്ട് ഈ കിടക്കുന്നത്. അപ്പോൾ അത് ഇവിടുന്ന് ഇപ്പോൾ പുറപ്പെടും. അതിൻ്റെ ഗാർഡൊക്കെ പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ്. അതുകൊണ്ട് ഈ പുറയിലത്തെ ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. നമ്മുടെ വണ്ടീനെ ബാങ്കിങ് ചെയ്തുകൊണ്ട് വന്നതാണ്ട് ഈ ഒരു WP4 ഈ റോഡിൻ്റെ കേട്ടോ. ഇതെങ്ങനെ ചണ്ഡീഗഡ് വന്നത് ആർക്കറിയാം. ഏലും നമ്മുടെ അവിടെ നിന്ന് വരുന്ന വണ്ടിക്ക് വന്നതായിരിക്കും. 2218 EDLS. കൽക്ക സ്റ്റേഷൻ ഫുള്ള് പണി കിടക്കാനുണ്ട്. അവിടെ റിട്ടേൺ റൂം അതുകൊണ്ട് ഒന്നും ഇല്ല. അപ്പോൾ നമ്മളിവിടെ ലോട്ടസ് ഗ്രാൻഡ് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ്. ഒരു 300-400 മീറ്ററിൻ്റെ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മുറി എടുത്തിരിക്കുന്നത്. നമ്മളപ്പോൾ മുറി എത്തിയിരിക്കുകയാണ്. കുഞ്ഞു മുറിയാണ് കേട്ടോ, പക്ഷെ അടിപൊളി മുറിയാണ്. നല്ല മുറിയാണ്, നല്ല വാഷ്റൂമാണ് കേട്ടോ. അപ്പോൾ ഇതിന് 1200 രൂപയാണ് ഈ മുറിക്കായത്. ഞാൻ ഗോയബീബിലാണ് റൂം ബുക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ, അതായത് ഡൽഹിയിൽ നിന്ന് കൽക്കയ്ക്ക് വന്ന ശതാബ്ദി എക്സ്പ്രസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കൽക്ക ഷിംല ടോയ് ട്രെയിൻ വീഡിയോ ആണ് അടുത്ത് വരുന്നത്. ശിവാലിക് ഡീലക്സ് എക്സ്പ്രസ് എന്ന രാവിലെ 5:45 ഒരു വണ്ടി ഇവിടെ നിന്ന് വിടുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഞാൻ പോകുന്നത് ഷിംലയ്ക്ക് പോയിട്ട് അന്ന് തന്നെ വരും കേട്ടോ. ഷിംല ഇരിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്ന വെച്ചിരിക്കുന്നു. അപ്പോൾ അടുത്തത് കൽക്ക ഷിംലയുടെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോഴേക്കും ബൈ.